ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആവശ്യമായ സാധനങ്ങളാണ് തേങ്ങ നമ്മൾ എടുക്കുമ്പോൾ ഈ നല്ല അകത്ത് പൂപ്പ് വീഴാതെ എടുക്കണം. പുളിശ്ശേരിക്ക് എപ്പോഴും തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ ഈ പൂപ്പ് വീഴരുത് തിരുവുമ്പോൾ. അതിന് വെള്ളരിക്ക, മഞ്ഞപ്പൊടി, ജീരകം, ഉപ്പ് ആവശ്യം, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, ഇത്രയും സാധനങ്ങൾ പുളിശ്ശേരിക്ക് ആവശ്യമായത് ഞാൻ തീയത്തില്ല. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് മുളക്, ചാറിട്ട് തേങ്ങ ഇട്ട് പുളിശ്ശേരിക്ക് ആവശ്യമായ തേങ്ങ, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി മതി. ഇത്രയും സാധനങ്ങൾ മതി. പുളിശ്ശേരിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. പുളിശ്ശേരി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം. ഇതിന്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് അനത്തിയെടുക്കാം. തണുക്കാൻ വേണ്ടി ഇട്ട് വെക്കാം. പുളിശ്ശേരി തണുത്തിട്ടുണ്ട്. തൈര് വെക്കാം. എപ്പോഴും പുളിശ്ശേരി ഇത്തിരി കട്ടിക്കാണ് വെക്കാൻ, അല്ലെങ്കിൽ അത് ഒരുമാതിരിയാണ് ഒഴിക്കാൻ പോലെ ആയിപ്പോവും. താളിക്കിട്ട് പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം.